ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനാണ് കേട്ടോ. നമ്മൾ ഫോറസ്റ്റിൻ്റെ നടുവിലൂടെ ഒരു യാത്ര. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ. അന്നേരം നമ്മൾ വാഴച്ചാൽ, ആതിരപ്പള്ളി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ ഫോറസ്റ്റിനുള്ളിലായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ട് പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളാണിത് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ, നല്ല സൂപ്പർ പ്ലേസ് കേട്ടോ. പോകുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. ഇതെന്താ സംഗതി എന്ന് മനസ്സിലായില്ല. ഇത് പനന്തെങ്ങാണെന്നാ തോന്നുന്നേ. പനന്തെങ്ങ് ആയിരിക്കണം, എന്താന്ന് മനസ്സിലായില്ല. എന്തായാലും തെങ്ങല്ല, അപ്പം പനന്തെങ്ങായിരിക്കും. ഒരുപാട് ഇങ്ങനെ ഇട്ടേക്കും ഈ തെങ്ങ് കേട്ടോ. ഇഷ്ടമാതിരി ഏക്കർ കണക്കിന് ഇത് കൃഷി ചെയ്തേക്കുന്ന അവിടെ. നമുക്ക് എല്ലാവർക്കും ഫ്രീ ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് നമ്മളെ വാഴച്ചാൽ വെള്ളച്ചാട്ടമാണ്. പോകുന്ന വഴിയിലൊരു വെള്ളച്ചാട്ടമാണ്. അവിടെ നിർത്തി കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. എന്തായാലും വെള്ളച്ചാട്ടം കാണാൻ നല്ല രസം. അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് പാറക്കെട്ടുകളുടെ ഇടയിലൂടെ വരുന്ന വെള്ളം കാണാൻ എന്ത് രസമല്ലേ. അതിന്റെ സൈഡിൽ കൂടെ ഒരു അരുവിയും, എന്തൊരു ഭംഗിയാ കാണാൻ. ഇവിടെയൊക്കെ എന്ത് രസമാണെന്നറിയാം. അവിടെയൊക്കെ ആൾക്കാർ നിപ്പുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ. നമ്മൾ ആ സൈറ്റിൽ സ്പോട്ടിലെത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ കറങ്ങി വരണം. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ നിന്നുള്ളൊരു വ്യൂ മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി. നമുക്കിനി സ്പോട്ടിലെത്തണമല്ലോ, അവിടെ നിന്ന് കുറേ നമുക്ക് ചെല്ലണം. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോയി തുടങ്ങി. പോകുന്ന വഴിയിലൊക്കെ ഒരു ജാഗ്രതയോടാ പോയത്, കാര്യം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണല്ലോ. പിന്നെ ഒരു പാലം കണ്ട. സ്ഥലം എന്താണെന്ന് അറിയില്ല. അവിടെ കുറേ മങ്കീസ് ഉണ്ടായിരുന്നു. കണ്ടോ, അവിടെയൊക്കെ മങ്കി ഇരിക്കുന്നുണ്ടോ? ഒരുപാടുണ്ട് കേട്ടോ. നമ്മളെ പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ കണ്ടിരുന്നു. ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തപ്പോ അവരിങ്ങനെ നോക്കുക, വണ്ടിക്കകത്ത് ആരാന്ന് നോക്കുവാന്ന് തോന്നുന്നു. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അവിടെയും വെള്ളച്ചാട്ടം ഉണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് മലകളുണ്ട് അവിടെ. കാണുന്നിടത്തെല്ലാം മലകളാ. അങ്ങനെ അവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങി. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ നല്ല പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുവരെയ്ക്കും വണ്ടികളൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ച് 2-3 വണ്ടി കണ്ടപ്പോൾ സമാധാനമായി, ഇവിടെയൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. അല്ലാതെ പോയപ്പോൾ വിചാരിച്ചു ഇവിടെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം കാണാൻ. ഇങ്ങനെ അരുവി ഒലിച്ചിങ്ങനെ വരുന്നതാണ്. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. വല്ല ആനയോ എന്തെങ്കിലും വരുമോ എന്നുള്ള ഭയത്തിലാണ് ഞാനിരുന്നത്. എന്നാലും ആനയെ കാണാനുള്ള ആഗ്രഹം വണ്ടിയിലുള്ളവർക്കെല്ലാം ഉണ്ടായിരുന്നു, ആന വരണമെന്നും. പക്ഷെ അവിടെ ആന, അന്നേരം നമ്മൾ പോയ വഴിയിലൊന്നും ആന കണ്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ആനയെ കണ്ടു, പക്ഷെ പോയ വഴിയിൽ നമ്മൾ കണ്ടില്ല. ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഫിലിമിൽ കണ്ടിട്ടുള്ളൂ കേട്ടോ. നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. മനസ്സിന് എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടോ അവിടെ പോയിട്ട്. പിന്നെ വണ്ടികളൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങുമായിട്ട് വണ്ടി വരുന്നുണ്ട്. കാര്യം ഇതെല്ലാം വാഴച്ചാലോട്ട് പോകുന്ന വണ്ടികളാ. നമ്മൾ പോകുമ്പോൾ പയ്യെ എങ്ങനെ പോകണം, പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് വേണം പോകാൻ. അവിടെ ചിലപ്പോൾ KSRTC ബസ് കിടപ്പുണ്ട് കേട്ടോ.
കാര്യം അതൊരു ടൂറിസ്റ്റ് ബസ്സാണ്, നമ്മളെ വാഴച്ചാലിലേക്കുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സാണ് KSRTC. ഇതാണ് വാഴച്ചാൽ ഫോറസ്റ്റിലെത്തി നമ്മൾ. വാഴച്ചാൽ വെള്ളച്ചാട്ടം, ആതിരപ്പള്ളി എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറി. അങ്ങനെ വണ്ടിയുടെ സൈഡിലൊക്കെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല അടിപൊളി തണുപ്പെട്ട നല്ല കൂളിംഗ് എഫക്റ്റ് അവിടെ. എന്ത് രസമെന്നറിയോ കാണാന്. അങ്ങനെ ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നിട്ട് നമ്മളിനി അടുത്ത ഉൾക്കാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. വണ്ടി വളരെ സ്ലോയിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആനയുണ്ട്, കെയർഫുൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ പയ്യാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അബദ്ധവശാൽ ഒരാന വന്ന് ഫ്രണ്ടിൽ ചാടിയാലോ. ഈ ഒരു പാലത്തിന്റെ 2 സൈഡിലും അരുവികളാട്ടോ. ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മള് സ്റ്റേ ചെയ്യാനുള്ള സ്പോട്ട് എത്താറായി കേട്ടോ. നമ്മൾ ഇതിനകത്ത് പകുതി തുടക്കം മാത്രമേ ആയുള്ളൂ കേട്ടോ. ഇനി ഉൾക്കാട്ടിലോട്ട് പോകാനുണ്ട്. നമ്മൾ പകുതി വരെ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മളിവിടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ഇവിടെ വരുന്നത്, അതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.